ആലപ്പുഴ കിഴക്കിൻ്റെ വെനീസ്. കായലും തോടുകളും പാലങ്ങളും നിറഞ്ഞ സഞ്ചാരികളുടെ പറുദീസ. കായൽപ്പരപ്പിലൂടെയുള്ള യാത്രയും കുട്ടനാടൻ ഭക്ഷണവുമാണ് പ്രധാന ആകർഷണം. ഒരാൾക്ക് സഞ്ചരിക്കാവുന്ന വഞ്ചി മുതൽ 100 പേർക്ക് സഞ്ചരിക്കാവുന്ന ബോട്ടുകൾ വരെ കായൽപ്പരപ്പിലൂടെ തലങ്ങും വിലങ്ങും ഓടുന്ന ഇടം. കുറഞ്ഞത് 50 രൂപ മുതൽ മേൽപോട്ട് കായൽപ്പരപ്പിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കാം. 100 രൂപയുണ്ടെങ്കിൽ കുട്ടനാടൻ ഭക്ഷണവും കഴിക്കാം. പേഴ്സിൻ്റെ കനമനുസരിച്ച് ഒരു ദിവസം മുഴുവൻ സഞ്ചരിക്കാവുന്ന ഇടം. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്നവർക്ക് ആലപ്പുഴ ബോട്ട് ജെട്ടിയിലേക്ക് ബസ് സർവീസ് ഉണ്ട്. ബോട്ട് ജെട്ടിയിലെത്തിയാൽ ജലഗതാഗത വകുപ്പിൻ്റെ ബോട്ടിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാം. യാത്രാ ബോട്ടിൽ തുച്ഛമായ തുക ചെലവാക്കിയാൽ മതി. പോക്കറ്റിന് കനമുണ്ടെങ്കിൽ ജലഗതാഗത വകുപ്പിൻ്റെ സി കുട്ടനാട് ബോട്ട് സർവീസും ഉപയോഗിക്കാം. പേഴ്സിന് കനം കൂടുതലാണെങ്കിൽ സ്വകാര്യ ബോട്ടുകളിലും യാത്രയാകാം. 5 പേർ മുതൽ കയറുന്ന മോട്ടോർ ബോട്ടുകളും ഹൗസ് ബോട്ടുകളും ധാരാളമുണ്ട്. അവധി ദിവസങ്ങളിൽ കൂടിയ നിരക്കും മറ്റ് ദിവസങ്ങളിൽ കുറഞ്ഞ നിരക്കുമായിരിക്കും. തുക നിശ്ചയിച്ച് യാത്ര ചെയ്യുന്നതായിരിക്കും നല്ലത്. പുതിയതായി പണിതിറക്കിയ ഒരു ചുണ്ടൻ വെള്ളമാണ് കാണുന്നത്. പുന്നമടക്കായലിൽ നടക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള തയ്യാറെടുപ്പുകൾ ഉടൻ തുടങ്ങും. ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ ആലപ്പുഴയിലെത്തുന്നതും നെഹ്റു ട്രോഫി ജലമേളയുടെ ദിനമാണ്. നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ ജവഹർലാൽ നെഹ്റു ആലപ്പുഴയിലെത്തിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നെഹ്റു ട്രോഫി ജലമേള നടത്തുന്നത്. ആഗസ്റ്റ് മാസത്തിലെ 2ാം ശനിയാഴ്ച ഉച്ച കഴിഞ്ഞാണ് ജലമേള സാധാരണയായി നടക്കുന്നത്. സ്വകാര്യ ബോട്ടുകളിൽ യാത്ര ചെയ്താൽ നമുക്കിഷ്ടമുള്ള ഇടങ്ങളിലേക്ക് പോകാം. ജലഗതാഗത വകുപ്പിൻ്റെ ബോട്ടുകളിൽ സ്ഥിരം റൂട്ടുകളിലൂടെ മാത്രമേ പോകാൻ കഴിയൂ. രണ്ടാണെങ്കിലും അനുഭവം ഏറെക്കുറെ ഒന്നു തന്നെയായിരിക്കും. സ്വകാര്യ ബോട്ടുകളിൽ ലഭ്യമാകുന്ന സ്വകാര്യത പൊതു സംവിധാനത്തിൽ ലഭിക്കില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. മോട്ടോർ ബോട്ടുകളുടെ ബഹളങ്ങൾക്കിടയിലൂടെയുള്ള സാഹസിക യാത്രയാണിത്. നീന്തൽ വശമില്ലാത്തവർക്ക് ഈ ചെറുവള്ള യാത്ര സാധ്യമല്ല. കുട്ടനാട്ടുകാർക്ക് ഇത് നിത്യാഭ്യാസമാണ്.
സിനിമാക്കാരുടെ പർദീസയാണിവിടം. ധാരാളം മലയാള സിനിമകൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. അന്യഭാഷാ ചിത്രങ്ങൾ കൂടാതെ ഹോളിവുഡ് സിനിമകളും ചിത്രീകരിച്ച നയനമനോഹര തീരമാണ് കിഴക്കിൻ്റെ വെനീസ്. വേമ്പനാട്ട് കായലിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നീണ്ടു പരന്നു കിടക്കുന്ന കായലിലൂടെ ഒഴുകുന്ന യാനങ്ങളിൽ വേഷം, ഭാഷ, ദേശം, സംസ്കാരം എന്നിവയിൽ തികച്ചും വിഭിന്നരായവർ. ഇതൊരു ഗ്രൂപ്പിൻ്റെ സ്വകാര്യ യാത്രയാണ്. മുഗമ്മയിൽ നിന്നാണ് ഈ യാത്ര ആരംഭിച്ചത്. കായൽ യാത്ര കഴിഞ്ഞ് പാതിരാമണൽ ദ്വീപിലേക്കും ഞങ്ങൾ പോയി. ആൾതാമസമില്ലാത്ത ഒരു ജൈവ വൈവിധ്യ ഉദ്യാനമാണ് ഈ ദ്വീപ്. വേമ്പനാട്ട് കായലിൻ്റെ വിരിഞ്ഞ വിരിമാറിലൂടെ കുറേ ദൂരം സഞ്ചരിച്ചാൽ പാതിരാമണൽ ദ്വീപിലെത്താം. അങ്ങ് ദൂരെ കാണുന്ന പച്ച തുരുത്താണ് പാതിരാമണൽ. സാഹസിക ജലയാത്രയിൽ കമ്പമുള്ളവർക്കായി നടത്തുന്ന സ്പീഡ് ബോട്ടാണ് മുന്നിലൂടെ വളഞ്ഞു വളഞ്ഞ് പാഞ്ഞു പോകുന്നത്. സ്വകാര്യ യാത്രയ്ക്ക് രാവിലെ ബോട്ടിൽ കയറിയാൽ വൈകിട്ട് യാത്ര അവസാനിപ്പിക്കാം. ഭക്ഷണം ബോട്ടിലെത്തിക്കുകയോ കായൽ തീരത്തെ ഭക്ഷണശാലയിൽ ഏർപ്പാടാക്കുകയോ ചെയ്യാം. നാം ആവശ്യപ്പെടുന്ന ഭക്ഷണത്തിനനുസരിച്ചാകും ചെലവുണ്ടാകുക. ബോട്ടിൽ വന്നിറങ്ങി 1-2 മണിക്കൂർ നമുക്കിവിടെ ചെലവഴിക്കാം. ആലപ്പുഴയിൽ വരുന്നവർ ഉറപ്പായും സന്ദർശിക്കേണ്ട ഒരിടം കൂടിയാണിത്. കണ്ടൽ ചെടികളാൽ കോട്ട തീർത്ത ദ്വീപാണ് പാതിരാമണൽ. പാതിരാമണൽ ബോട്ട് ജെട്ടിയാണിത്. ആലപ്പുഴയിൽ നിന്നും യാത്രികരെയും കൊണ്ടുവന്ന ജല ടാക്സിയാണ് കാണുന്നത്.
ജൈവവൈവിധ്യ കലവറയാണിവിടം. 10 മീറ്റർ വരെ ഉയരത്തിൽ വളർന്ന കൈത വരെ ഇവിടെ കാണാം. സസ്യശാസ്ത്ര വിദ്യാർത്ഥികൾ ഉറപ്പായും സന്ദർശിക്കേണ്ടതായ കേരളത്തിലെ ഒരു ഹരിതഭൂമിയാണിത്. വേലിയേറ്റ സമയത്ത് വെള്ളം കയറുമെങ്കിലും സഞ്ചാരികൾക്ക് ഭീഷണി ഉണ്ടാകാറില്ല. ജലയാത്ര കഴിഞ്ഞ് വൈകിട്ടാണ് മടങ്ങുന്നതെങ്കിൽ നേരെ ആലപ്പുഴ ബീച്ചിലേക്ക് പോകാം. കേരളത്തിലെ നീണ്ട ബീച്ചുകളിൽ ഒന്നാണിത്. സൂര്യാസ്തമയം വരെയെങ്കിലും ഇവിടെ ചെലവഴിക്കുന്നത് മികച്ചൊരു അനുഭവമായിരിക്കും.